ഞാനിന്ന് വളരെ നമ്മളെല്ലാവരും എന്നുണ്ടാക്കുന്ന പോലത്തെ ഒരു നാടൻ മത്തി മുളക് ഇട്ടത് കൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ വീട്ടിൽ മത്തി മുളക് ഇടൽ? പിന്നെ ഈ ചെറിയ മത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വല്ലാത്തൊരു വികാരമാണല്ലേ. ഇതാ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ച് പിന്നെ ഇതാ കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തോളി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സവാളയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു തക്കാളി, ഒന്നര തക്കാളിയൊക്കെ ഉണ്ടാവും, അത് നല്ലോണം അരിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വാട്ടിയെടുത്തോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ മത്തി മുളക് ഇട്ട് നമ്മൾ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് കുഞ്ഞമത്തിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. ഈ മത്തി പൂളൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ചോറിൻ്റെ കൂടെ പത്തിരി മത്തി മുളക് ഇട്ടതും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ മത്തിനോട് ഇത്ര കടുപ്പുള്ള ആൾക്കാരാണോ? മത്തി എന്ന് പറഞ്ഞാൽ വലിയ മത്തിനേക്കാളും ഒന്നുകൂടെ ശരിക്കും മത്തീൻ്റെ ഫ്ലേവർ എനിക്ക് തോന്നില്ലേ ചെറിയ മത്തിക്കാട്ടോ. ഇതാ നമ്മളിതാ കറി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതാ കുറച്ച് തോനെ കുഞ്ഞമത്തി ഉണ്ടത്. ഞാൻ നല്ലോണം അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം കറി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലോണം തിളച്ച് മറിഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ഏത് കോമ്പാ ഇഷ്ടം മത്തീൻ്റെ ഒപ്പരം? സത്യം പറഞ്ഞാൽ മത്തീൻ്റെ ഒപ്പരം ഏറ്റവും നല്ല നല്ല ചൂടുള്ള റേഷനരി ചോറും മത്തി മുളക് ഇട്ടതും അതിന് ഒക്കില്ല അല്ലേ. ശരിക്കും എല്ലാവരും പറയും കപ്പക്കൊക്കെയാണ് ടേസ്റ്റ്, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ആണോ കറി വെക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കി.